GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാനിൽ പ്രതിപക്ഷ ഭരണപക്ഷ പോര്. മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാതെ നടപ്പാക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. പൊന്നാനി നഗരസഭയിൽ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ വിശദ പദ്ധതിരേഖ നടപ്പാക്കുന്നത് കൗൺസിലിൽ ചർച്ച ചെയ്യാതെയും കൂടിയാലോചനകൾ ഇല്ലാതെയുമെന്ന് ആരോപിച്ച നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ഭരണപക്ഷ പോര്. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് പരിഹാരം കാണാനുള്ള യാതൊരു ചർച്ചയും നടത്താൻ തയ്യാറാവുന്നില്ലെന്ന് UDF കൗൺസിലർമാർ ആരോപിച്ചു. മാസ്റ്റർ പ്ലാൻ നടപ്പാക്കിയാൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾക്ക് പരിഹാരം കാണാൻ ഭരണസമിതി തയ്യാറാവാത്തത് പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കൗൺസിൽ യോഗത്തിൽ ഇത്തരം വിഷയങ്ങൾ പ്രതിപക്ഷമുയർത്തിയാൽ ഇത് കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്നും പ്രതിപക്ഷാംഗങ്ങൾ പറഞ്ഞു. നേരത്തെ ദേശീയപാതയുടെ പദ്ധതിരേഖയോ അലൈൻമെന്റ് പ്ലാനോ പഠിക്കാൻ നഗരസഭ തയ്യാറാവാത്തതിന്റെ ദുരന്തഫലമാണ് പൊന്നാനി അനുഭവിക്കുന്നതെന്നും GIS മാസ്റ്റർ പ്ലാനിലും ഇതേ സ്ഥിതി വരുമെന്നും പ്രതിപക്ഷ നേതാവ് TK അഷ്റഫ്, കൗൺസിലർ U മുനീബ് എന്നിവർ പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ പൊന്നാനിയിലെ നഗരഭരണം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അത് ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർക്ക് മാത്രം പ്രാതിനിധ്യം കിട്ടിയാൽ പോരാ. എല്ലാ പൊന്നാനിയിലെ ആ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതം എന്ന് പറഞ്ഞാൽ ഗുരുനായ പ്രശ്നമായാലും വെള്ളക്കെട്ട് പ്രശ്നമായാലും റോഡിൻ്റെ തകർച്ചയായാലും അങ്ങനെ എല്ലാ പ്രശ്നങ്ങളിലും ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ മറച്ചു വെച്ചുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ ചെയർപേഴ്സണും മാത്രമല്ല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ ഒന്നിച്ചെഴുന്നേറ്റ് നിന്ന് പ്രതിപക്ഷത്തിനെതിരെ ആക്രോശിക്കുന്ന ഒരു സമീപനമാണ് കഴിഞ്ഞ കുറേ കൗൺസിലുകളായി കണ്ടുവരുന്നത്. പൊന്നാനി നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് GIS അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമ്പോൾ ബന്ധപ്പെട്ട ഒരു അജണ്ട വന്നിരുന്നു. പൊന്നാനിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്. ആ അജണ്ടയെക്കുറിച്ച് കൃത്യമായി പഠിക്കാതെ പ്രതിപക്ഷം പറയുന്നത് കേൾക്കാൻ പോലും തയ്യാറല്ലാതെ മുന്നോട്ട് പോകുകയാണ്. നമുക്കറിയാം, പൊന്നാനിയിൽ നാഷണൽ ഹൈവേ വരുന്ന സമയത്ത് നാഷണൽ ഹൈവേയുടെ പ്രൊജക്ട് റിപ്പോർട്ടും അതേപോലെ തന്നെ അതിൻ്റെ അലൈൻമെൻറ്റ് റിപ്പോർട്ടും ഒക്കെ യഥാസമയം നഗരസഭ പഠിക്കാത്തത് കാരണമാണ് പുതുപൊന്നാനിയിലും പിന്നെ കോട്ടത്തറ അമ്പലത്തിൻ്റെ അവിടെയും ഉറൂബ് നഗറിലും തെയ്യങ്ങാട് സ്കൂളിലൊക്കെ അണ്ടർപാസ് വേ ഇല്ലാതെ നമ്മളെ പൊന്നാനിയിലെ ജനങ്ങൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത്. ആ സമയത്ത് ഭരിച്ച ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അതിനെക്കുറിച്ച് പഠിക്കാതെ അതിന് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാതെ അതിൽ മൗനം അവലംബിച്ചത് കൊണ്ടാണ് ഇന്ന് പൊന്നാനിയിലെ ജനങ്ങൾ ലഭിക്കുന്ന പ്രശ്നത്തിൻ്റെ ശരിയായ കാരണം. എന്ന് പറയുന്നത് പോലെ നാളെ ഒരു 25-30 വർഷത്തേക്ക് പൊന്നാനിയിലേക്ക് വരാൻ പോകുന്ന വലിയ ആസൂത്രണവുമായി ബന്ധപ്പെട്ട ഒരു അജണ്ടയിൽ യാതൊരു ചർച്ചയുമില്ലാതെ പ്രതിപക്ഷത്തിൻ്റെ കേൾക്കാൻ തയ്യാറില്ലാത്ത ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.